എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആൻസർ കീ ചെയ്യാം എന്ന് വിചാരിച്ചു. എന്താണ് ഈ ആൻസർ കീ? യെസ്, 5ാം ക്ലാസ്സിലെ ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 5th സ്റ്റാൻഡേർഡിലെ ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഡിസ്കഷൻ നമുക്ക് ആവശ്യമാണ്. കാരണം ഇനി മെയിൻ എക്സാമിലേക്ക് അധികം ദൂരമില്ല അല്ലേ? അപ്പോൾ മെയിൻ എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ പാറ്റേൺ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഈ ആൻസർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഹാഫ് ഇയർലി എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് എങ്ങനെയാണ് വന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. കാരണം ഈ ഒരു ഹാഫ് ഇയർലി എക്സാം ഭയങ്കര സിമ്പിളായിരുന്നു. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ആലോചിക്കാനുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. നമുക്കെല്ലാം രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആവശ്യമാണ് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ആൻസേഴ്സ് എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ നന്നായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫിഗറാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? ഒരു ഫിഗർ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അതിന് 8 പാർട്സ് ഉണ്ട്. അതിൽ എന്തുണ്ട്? 8 പാർട്സ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിച്ച് പാർട്ട് ഓഫ് ദി ലാർജ് സ്ക്വയർ ഈസ് ഷെയ്ഡഡ് എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് വന്നിട്ടുള്ളതാണ് അല്ലേ? ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷൻ കാണാൻ നമ്മൾ മുന്നേ തന്നെ പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഫ്രാക്ഷൻ ഇക്വേഷൻ? ദ നമ്പർ ഓഫ് പാർട്സ് കളേർഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ്. ദ നമ്പർ ഓഫ് പാർട്സ് കളേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എത്ര പാർട്സ് ആണ് എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലേ? ഷെയ്ഡ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഭാഗം മാത്രമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 എന്ന് എഴുതാൻ പറ്റില്ലേ? 1/. ഇനി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം കൂടി നമുക്ക് കൗണ്ട് ചെയ്യണം. ടോട്ടൽ പാർട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഷെയ്ഡ് ചെയ്ത ഭാഗം ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം കൗണ്ട് ചെയ്യണം. അപ്പോൾ 1 2 3 4 5 6 7 8 അല്ലേ? അപ്പോൾ 1/8. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 1/8. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് എത്താൻ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എത്തിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? യെസ്, ഇതിൽ എത്ര പാർട്സ് ആണുള്ളത് നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ 8 പാർട്സ് ആണുള്ളത് എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെങ്ങനെയാണ് 16ലേക്ക് എത്തിക്കുക? ഇപ്പോൾ നമുക്ക് എത്ര പാർട്സ് ഉണ്ടോ അതിൻ്റെ ഡബിൾ എടുക്കണം അല്ലേ? 8 ആണെങ്കിൽ 8ൻ്റെ 2 ടൈംസ്. അപ്പോൾ ഒരു പാർട്സും കൂടി കൂടുതൽ കിട്ടണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ പകുതിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഏതിൻ്റെ? ഈ പാർട്സിൻ്റെ പകുതിയല്ലേ ഉദ്ദേശിക്കുന്നത്? പകുതിയാക്കണ്ട, അതങ്ങനെ നീട്ടിക്കോ. അപ്പോൾ എത്ര എണ്ണാവും? മറ്റേതിൻ്റെയും കൂടി പകുതി കിട്ടില്ലേ? ഹാഫ് കിട്ടില്ലേ? വീണ്ടും ഇതേപോലെ. അപ്പോൾ അതെന്തോ നമ്മൾ വരച്ച സമയത്ത് നമുക്ക് എന്ത് കിട്ടി? യെസ്, ഈ ഒരു ലൈൻ്റെ മിഡിൽ നിന്നാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഏത് ലൈൻ്റെ? ഇതൊരു സ്ക്വയർ അല്ലേ? ഈ സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡില്ലേ? 4 സൈഡില്ലേ? 4 സൈഡിലെ ഒരു സൈഡിന്റെ മിഡിൽ നിന്നാണ് മറ്റേ സൈഡിന്റെ മിഡിലേക്കാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ വീണ്ടും ഒരു ലൈനും കൂടി. എത്ര സൈഡ് ഉണ്ട്? യെസ്, 4 സൈഡ് ഉണ്ട്. ഇതിലിപ്പോൾ 2 സൈഡ് ഉണ്ടല്ലേ വരച്ചേ? ഇനി 3ാമത്തെ സൈഡിലേക്കും ഇതേപോലെ വരയ്ക്കാം. 2ാമത്തെ സൈഡിൽ നിന്ന് ഇനി 4ാമത്തെ സൈഡിലേക്കും നമ്മൾ ഇതേപോലെ വരയ്ക്കണം. ഇനി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിൻ്റെ മിഡിലേക്ക്, സെക്കൻഡിൽ നിന്ന് തേർഡിൻ്റെ മിഡിലേക്ക്, തേർഡിൽ നിന്ന് ഫോർത്തിൻ്റെ മിഡിലേക്ക്, ഫോർത്തിൽ നിന്ന് വീണ്ടും 1ലേക്ക്. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എത്ര സൈഡ് കിട്ടും? എത്ര പാർട്സ് കിട്ടും? യെസ്, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ സെയിം പിക്ചർ വരച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഓരോ പാർട്സുകളെയും ഒന്നും കൂടി ഒന്ന് പകുതിയാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 16 പാർട്സ്. അപ്പോൾ ഇത് എൻ്റെ സ്റ്റുഡൻസ് പല രീതിയിൽ എന്തായാലും വേണ്ടിയില്ല, വേറെ വഴിയിലേക്കൊന്നും എൻ്റെ കുട്ടികൾ പോയില്ല. ഇതേ രീതിയിൽ തന്നെ എന്ത് ചെയ്തു? ആൻസർ ചെയ്തു കേട്ടോ. അതുകൊണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിലേക്ക് തന്നെ വരികയാണ്. അടുത്ത ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയ്ഡ് 1/2 ഓഫ് സ്ക്വയർ യു ഹാവ് ഡ്രോൺ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ക്വയറിൽ തന്നെ 1/2 എടുക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇതിൽ 8 ഈക്വൽ പാർട്സ് ഉണ്ടെന്ന്. ഇനി ഈ 8ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാ?
8ന്റെ ഹാഫ് എത്രയാ? ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് 1/2 അല്ലേ? 1/2 മീൻസ് എന്താണ്? 1/2 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 2ന്റെ ഹാഫ് അല്ലേ ഈ 1? ഈ 2ന്റെ ഹാഫ് ആണല്ലോ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിന്റെ ഹാഫ് ആണല്ലോ എടുക്കുന്നത്. ആണോ? ഇവിടെ എത്ര പാർട്സ് ഉണ്ട്? 8. ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 8. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 2, ഈ 2ന്റെ ഹാഫാണ് 1. അങ്ങനെയാണ്, പകുതിയാണ് മുകളിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 8ന്റെ ഹാഫ് അല്ലേ മുകളിൽ കിടക്കുക? ആണോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. 1/2 എന്ന് പറയുമ്പോൾ ഈ 2ന്റെ ഹാഫ്, 2ന്റെ പകുതി. ഇനിയിപ്പോൾ തിരിച്ചു ആലോചിക്കേ, ഈ 1ന്റെ പകുതിയാണ് എന്ത്? അല്ല, 1ന്റെ ഡബിൾ ആണ് എന്ത്? ഈ 2. അങ്ങനെയും ആലോചിക്കാമല്ലോ. അപ്പൊ ആ ഒരു എങ്ങനെയായാലും ഇപ്പൊ 8 മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചാലോചിച്ചത്. 2ന്റെ ഹാഫാണ്, 2ന്റെ പകുതിയാണ് ആ 1. അങ്ങനെയാണെങ്കിൽ 8ന്റെ പകുതി ആയിരിക്കുമല്ലോ മുകളിൽ വരിക. എന്ത്? 4/8. ഇതിനെ നമുക്ക് ചെറുതാക്കാനും അറിയാം. ഇപ്പൊ നമ്മൾ അതിലേക്ക് ഒന്നും പോണില്ല. ഇതിന്റെ ആൻസർ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ 8 പാർട്സ് ഉണ്ട്, മൊത്തം 8 പാർട്സ് ഉണ്ട്. അതിൽ എത്ര ഭാഗം കളർ ചെയ്യണം എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 4. അപ്പൊ ഇത് കളർ ചെയ്യണം. ഇത് കളർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇവിടെയും കളർ ചെയ്യാം, ഇവിടെയും കളർ ചെയ്യണം. അങ്ങനെ ഇത് മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഇതാണ് എന്ത്? 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഭാഗം, ഇത് ഒരു ഭാഗം അല്ലെ? അപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയായി? 1, 2ലെ 2. ഇപ്പൊ ഒരു വേറെ എക്സാമ്പിൾ പറയാം. വേറെ ഒന്നും കൂടി നമുക്ക് വരച്ചു നോക്കാം അല്ലെ? ഇതിൽ നോക്കൂ, ഇതാ ഇതുപോലെ. ഇത് 2 ഈക്വൽ പാർട്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈക്വൽ പാർട്സ് അല്ല ഞാൻ വരച്ചിട്ടുള്ളത്, പക്ഷെ ഈക്വൽ പാർട്സ് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. അതിലൊരു ഭാഗം കളർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കളർ ചെയ്ത ഭാഗം ബൈ ടോട്ടൽ പാർട്സ്. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. 1/2 ഈ രീതിയിൽ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ഇതിലേക്ക് പോവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്തായിരുന്നു ആ ചോദ്യം? യെസ്, ആ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. യെസ്, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് ഈക്വൽ ടു 3/2? 3/2നോട് ഈക്വൽ അല്ലാത്തത്, 3/2നോട് ഈക്വൽ അല്ലാത്തത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ നോക്ക്, ആദ്യം ന്യൂമറേറ്റർ മൊത്തം ഞാൻ നോക്കുകയാണ്. ന്യൂമറേറ്ററിൽ എന്താ കിടക്കുന്നത്? 3 ആണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ന്യൂമറേറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സംഭവം മനസ്സിലായ? ഇതൊക്കെ ഈ ഫ്രാക്ഷനോട് ഈക്വൽ ആയിട്ടുള്ള ആള് ഇതിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി പറഞ്ഞുതരാം. കേക്ക് കേട്ടോ, രഹസ്യമാണ്. ഈ 3 ആണ് മുകളിലുള്ളത്. അപ്പൊ ആ 3ന്റെ മൾട്ടിപ്പിൾ ആണോ മുകളിൽ കിടക്കുന്നത് നോക്കിയാൽ മതി. ചെക്ക് ചെയ്താ മനസ്സിലായ? അപ്പൊ ഈ സെയിം ഫ്രാക്ഷനോട് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 3ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. 12 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 6ഓ? യെസ്, 3ന്റെ മൾട്ടിപ്പിളാ. 15ഓ? 3ന്റെ മൾട്ടിപ്പിളാ. എന്തുകൊണ്ട് 8 എടുത്തില്ല? 8 എന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ആൻസർക്ക് നമ്മൾ എത്തി. ആൻസർ എന്താണ്? 8/12. 8/12 ആവാൻ കാരണം 3 ആണ് മുകളിൽ. 3 ആണെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾസ് തന്നെയായിരിക്കും എന്തിലുണ്ടാവുക? ഈ സെയിം ഫ്രാക്ഷൻ ആയിട്ട് നോക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിക്ക് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ പല സ്റ്റുഡൻസും ഇത് ആൻസർ തെറ്റിച്ചു. എന്തുകൊണ്ടാണ് തെറ്റിച്ചത് എന്നുള്ളത് ഇപ്പം ഞാൻ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ആൻസർക്ക് കറക്റ്റായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ഇതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് എന്തറിയണം? 1 cm എന്താണ്? 1 cm എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണെന്ന് അറിയണം. എത്ര മില്ലിമീറ്ററാ? 10 മില്ലിമീറ്റർ ആണ്. 10 mm ആണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്, ശരിയല്ലേ? ഇനി 1 mm അപ്പം എന്താ വരിക? 1/10 cm. അശ്യേ, ഇതറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും കേട്ടോ. പല സ്റ്റുഡൻസും അങ്ങനെ ചോദിക്കും. എന്നാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് ഓർത്തെടുക്കണ്ടേ, അതുകൊണ്ട്. അപ്പം ഇനി ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. 7 സെന്റിമീറ്റേഴ്സ് ആൻഡ് 8 മില്ലിമീറ്റേഴ്സിനെ CMലേക്ക് മാറ്റണം. സെന്റിമീറ്റേഴ്സ് മാറ്റണം. കാരണം ഒരു സെന്റിമീറ്ററിലാണ് അവന് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നെ സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ CMക്കാണ് മാറ്റി. അപ്പൊ ചിലർ ചോദിക്കും എന്തോ CMക്ക് മാറ്റണത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്കാണ് പറയുന്നത് കേട്ടോ. ആ കുട്ടികൾക്കാണ്, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവരോടാ പറയുന്നത് CMലേക്ക് മാറ്റാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ CMക്ക് മാറ്റണ്ടേ? വേണം. അപ്പൊ ഓൾറെഡി ഒരു 7 ആണ്. 7 ആയതുകൊണ്ട് 7 തന്നെ എഴുതി. CM ആണല്ലോ. 7 cm എന്തെന്നെയാണ്? സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ തന്നെയാണ്. ഇനി അതിന് CMക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് കഴിഞ്ഞു. ഇനി 8 മില്ലിമീറ്റർ 1 mm
1 മില്ലിമീറ്റേഴ്സിനെ എങ്ങനെ എഴുതാം? 1/10 GM എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ 8 മില്ലിമീറ്ററിനെ 8/10 എന്ന് എഴുതിക്കൂടെ? ആൻസർ ആയിടാ എന്താ? 7 8/10 7 8/10 സെന്റിമീറ്റേഴ്സ്. ഇനി ഇതിന്റെ ഡെസിമലിലേക്ക് മാറ്റാൻ ഇവിടെ എത്ര സീറോ ഉണ്ട്? 10 എന്ന് പറയുമ്പോൾ ഒരു സീറോ അല്ലേ? ആദ്യം 7 തന്നെ എഴുതും. എന്നിട്ട് ഇവിടെ ഒരു സീറോ ആണെങ്കിൽ ഒരു പ്ലേസ് മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിൽ 8 അല്ലേ? അപ്പൊ 8ന്റെ ഒരു പ്ലേസ് മാറ്റിയെന്ന് പറഞ്ഞാൽ 8 കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു കുത്തിട്ട് കൊടുത്താൽ മതി. 0.8 7.8. ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വെരി സിമ്പിൾ ആയിരുന്നു. പോവാം, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തില് അവർ പറഞ്ഞിട്ടുള്ളത് ലിറ്ററിന്റെ കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ലിറ്ററിന്റെ കാര്യം അറിയണേ. 1 ലിറ്റർ 1 ലിറ്റർ എവിടെ? 1 ലിറ്റർ ഈക്വൽ ടു ഒരു മില്ലിമീറ്ററും കൂടിയാണ് തന്നിട്ടുള്ളത്. അപ്പൊ മില്ലിമീറ്ററിലേക്ക് മാറ്റാം. മില്ലി ലിറ്ററിക്ക്, മീറ്ററിക്ക് അല്ല, മില്ലി ലിറ്ററിക്ക്. അപ്പോൾ 1000 അല്ലേ? 1000 മില്ലി ലിറ്റർ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1 മില്ലി ലിറ്റർ ഇസ് ഈക്വൽ ടു 1/1000 ലിറ്റർ ആണ്. ശരിയല്ലേ? നേരത്തെ എഴുതിയ പോലെ തന്നെ. ഇനി നമ്മൾ നോക്കേണ്ടത് ലിറ്ററിലുള്ളത് ആരാണ്? ലിറ്ററിന് വീണ്ടും ലിറ്ററിലേക്ക് മാറ്റണ്ടല്ലോ. അപ്പൊ ഇവിടെ ലിറ്ററിൽ ഓൾറെഡി ലിറ്ററിലുള്ളത് ഏതാണ്? 9 ഉണ്ട് അല്ലേ? അപ്പൊ 9 ഫ്രാക്ഷൻ ഫോം ആണ്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാനും അറിയാം, ഡെസിമൽ ആക്കിയിട്ട് എഴുതാനും അറിയാം. അപ്പൊ ഫ്രാക്ഷൻ ഫോമിന്റെ കാര്യം മാത്രമാണ് കേട്ടോ സാറ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണേ, ഭയങ്കര ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി മില്ലി ലിറ്ററിലേക്ക് മാറ്റാൻ 1 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1000 ലിറ്റർ ആണല്ലോ. അപ്പോ 675 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ അതാരായി? യെസ്, ലിറ്റർ ആയി. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഡെസിമലിലേക്ക് മാറ്റണം. ഡെസിമൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ 9 അതേപോലെ എഴുതുക. അയ്യോ, പോയിന്റ് ഇപ്പൊ വേണ്ട കേട്ടോ, 9 തന്നെ എഴുതുക. 9 എഴുതിയല്ലോ, എഴുതി. ഇനി ഇത് ഇവിടെ എത്ര സീറോ ഉണ്ട്? 1 2 3. അപ്പൊ ആദ്യം 6 7 5 അങ്ങനെ തന്നെ എഴുതിയിട്ട് നേരെ എടുത്തെഴുതാം. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. 9 എഴുതാം, എന്നിട്ട് 6 7 5 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി അടിയിൽ എന്താണുള്ളത്? 3 സീറോ ആണുള്ളത്. 3 സീറോ ഉണ്ട്. അപ്പോൾ 3 എണ്ണം കൗണ്ട് ചെയ്യുക. 1 2 3. ആ 3 കൗണ്ട് ചെയ്തിട്ട് ഒരു കുത്തിട്ട് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 9.675. നേരത്തെ പറഞ്ഞത് ശരിയായിരുന്നു അല്ലേ? അപ്പൊ സോറി, എന്തിനാ വെറുതെ പറഞ്ഞേ സാറ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും പോട്ടെ, നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സമയം കളയാനില്ലാത്തത് കൊണ്ട് സംസാരിച്ചിരിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിനുള്ള സമയം നമുക്ക് കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പോ കിലോഗ്രാം. ഇനി അടുത്ത കിലോഗ്രാം ആണ്. ഇവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് തന്നാൽ പോലെ എന്ന് ചോദിക്കും. പക്ഷേ എല്ലാ യൂണിറ്റുകളും നമുക്ക് അറിയണ്ടേ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കാത്ത കേട്ടോ. 1 km എല്ലാം നമ്മുടെ തലയിൽ കൂടെ എല്ലാ യൂണിറ്റുകളും ഓടണം. മെഷർമെന്റും ഒക്കെ സെറ്റ് ആവണം. നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലോകത്തേക്കാണ്, വേർഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് പച്ചളായിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. 1 kg എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? യെസ്, 1000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/1000 kg ആണല്ലോ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ കൂടുതൽ സമയം എടുക്കേണ്ട ആവശ്യം ഇനി ഇല്ല. 7 kg ഓൾറെഡി കിലോഗ്രാമിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ 7 തന്നെ എഴുതാം. മുകളിൽ എഴുതുന്നുണ്ട് കേട്ടോ, ആൻസർ ഞാൻ മുകളിൽ എഴുതുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. സെയിം ആൻസർ ആണ്. ഇനി ഗ്രാമിനെ മാറ്റാൻ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/1000 kg എന്ന് എഴുതിയ പോലെ 85 ഗ്രാമിനെ 85 അല്ല കേട്ടോ, ജസ്റ്റ് ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട്. അല്ല, 125 ഗ്രാമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി അല്ലേ? അപ്പൊ അതാരായി? യെസ്, ഫ്രാക്ഷൻ ഫോം ആയി. ഇനി ഫ്രാക്ഷൻ ഫോം മാറ്റാൻ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു ട്രിക്ക്. ഇതതുപോലെ എഴുതി വെക്കുക. ഏത്? 175 എന്ന് എഴുതും. എന്തെഴുതും? 175 അതേപോലെ എഴുതും. എന്നിട്ട് ഇവിടെ എത്ര സീറോ ഉണ്ട്? 1 2 3 4 3 4 ഉണ്ടോ? ഇല്ല സാർ, ഇനിയിപ്പോ ഒന്ന് മാറിയില്ലേ, ഒന്ന് കൂടിപ്പോയി. അപ്പൊ കൂടി കൗണ്ട് ചെയ്യാം. 1 2 3 അപ്പൊ 7 1 ഒന്ന് പോയി 2 3. ആ 1 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു കുത്തിടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എന്താ? 7.125. ആൻസർ ആയില്ലേ?
അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീറ്ററിലാണ് അല്ലേ. മീറ്ററും സെന്റിമീറ്ററും ഒക്കെ തന്നിട്ടുണ്ട്. ആഹാ, മീറ്ററും സെന്റിമീറ്ററും ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുന്നു വിചാരിച്ചിട്ടാണോ തന്നിട്ടുള്ളത് എന്ന് നമ്മൾ അവരോട് ചോദിക്കണം അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിനോട് നമ്മൾ സംസാരിക്കണം കേട്ടല്ലോ. അപ്പോൾ നോക്കാം, ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? ഒരു മീറ്ററിന്റെ തുണിയൊക്കെ നമ്മൾ മേടിക്കില്ലേ, എത്ര സെന്റിമീറ്റർ ആണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? ആർക്കെങ്കിലും അറിയാത്തുണ്ടോ? ആർക്കും അറിയാത്തേ? അറിയാത്തവർക്ക് പറഞ്ഞുതരാം ഒന്നും കൂടി. എത്ര വേണമെങ്കിലും പറഞ്ഞുതരാട്ടാ. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ വരികയാണ്. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞ മീറ്റർ ആണ്, മനസ്സിലാക്കി വെക്കണേ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 cm ആണ്. 100 cm ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 cm എന്ന് പറഞ്ഞാൽ 1/100 എം എന്ന് എഴുതിക്കൂടെ, മീറ്റർ എന്ന് എഴുതിക്കൂടെ? അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് അത്രേ പറയാനുള്ളൂ. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ എത്തി. 4 മീറ്റർ, ഓൾറെഡി 4 മീറ്റർ തന്നെയാണ്, മീറ്റർ തന്നെയാണ് 4. സാർ പറഞ്ഞു മീറ്ററിനെ പിന്നെ വീണ്ടും മീറ്ററിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ മീറ്റർ ഓൾറെഡി മീറ്റർ ആണ്, 4 മീറ്റർ തന്നെ എഴുതി. 85 സെന്റിമീറ്റർ പറയുന്നതിന് മുമ്പ് 1 cm എന്താണ്? 1/100 മീറ്റർ അല്ലെ. അപ്പൊ 1ന് വരെ ഇവിടെ 85 അല്ലേ. അപ്പൊ 85/100. ഇനി ഇത് എങ്ങനെ ഡെസിമൽ ആക്കും? യെസ്, അതേപോലെ എഴുതും. 485 എന്ന് എഴുതും. എന്നിട്ട് 85ന് അടിയിൽ ഒരാൾ വരുന്നുണ്ട്, 100 അല്ലെ. എത്ര സീറോ ഉണ്ട്? 1 2. അപ്പോൾ 5 പോയി 8 പോയി, ഒരു കുത്ത്. ആൻസർ എന്താ? 4.85. അപ്പൊ ഫ്രാക്ഷൻ ഫോമുമായി ഡെസിമൽ ഫോമുമായി. ഇനി അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോയിട്ടുള്ളത്. 8 മില്ലിമീറ്റർ എന്താണ്? എത്ര cm ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 1 cm = 10 millimeter ആണല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ 1 millimeter = 1/10 cm അല്ലേ. അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 mm 1/10 cm എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ 8 mm നമുക്ക് എങ്ങനെ എഴുതാം? 8/10 cm = ഇത് കുറച്ചും കൂടി ഈസി ആയിരുന്നു അല്ലേ. ഈ അടിയിൽ എന്താണ്? എത്ര സീറോ ഉണ്ട്? ഒരു സീറോ ആണ്. അപ്പോൾ എത്ര പോയിന്റ് മാറ്റണം? എത്ര പ്ലേസ് മാറ്റണം? ഒരു പ്ലേസ്. അപ്പോൾ 0.8. 8 അങ്ങനെ തന്നെ എഴുതി. സാർ പറഞ്ഞല്ലോ 8 അങ്ങനെ തന്നെ എഴുതിയിട്ട് 8നെ വെട്ടിയിട്ട് 8 വെട്ടാൻ കാരണം ഒരു പ്ലേസ് മാറ്റി എന്നാണ്. ട്രിക്ക് പറഞ്ഞതാണ് കേട്ടോ, എളുപ്പവഴി പറഞ്ഞതാണ്. 8 എന്നിട്ട് എക്സാമിന് ആ 8 വെട്ടിയിട്ട് എഴുതി വെക്കരുത്. ആ 8 വെട്ടി എന്ന് ഉദ്ദേശിച്ചത് 8 മാറി ഒരു കുത്തിട്ട് കൊടുക്കുക, ഒരു പ്ലേസ് മാറ്റി ഒരു കുത്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സാർ ഉദ്ദേശിച്ചത് അതാണ്, തെറ്റിച്ച് വെക്കരുത്. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇതേപോലെ ചോദിച്ചേക്കാം. അപ്പോൾ അടുത്തേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് കാണാനുണ്ട് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മൾ രാധ ട്രാവൽ ചെയ്ത കാര്യമൊക്കെയാണ് ഇതിൽ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ പോയിട്ടുണ്ട്. ഓക്കെ, സെയിം ഡേ തന്നെയാണ് അവർ പോയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയം എന്ന് പറയുന്നത് 7:45 എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ടോട്ടൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മച്ച് ടൈം ഡിഡ് രാധ ടേക്ക് റീച്ച് കോട്ടയം ഫ്രം തിരുവനന്തപുരം? അതല്ലേ ഇപ്പൊ നമ്മൾ വായിച്ചത്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൺ ദി സെയിം ഡേ ഷീ ട്രാവൽഡ് ഫ്രം കോട്ടയം അറ്റ് 15.10 ആൻഡ് റീച്ച്ഡ് തിരുവനന്തപുരം അറ്റ് 18.55 എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ എന്തോ പല കുട്ടികളും അത് തെറ്റിച്ചു വെച്ചു. സാറിന് അത് ഭയങ്കര വിഷമമായിട്ടുണ്ട്. എന്തായാലും വേണ്ടിയില്ല, ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ആൻസർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 7:45 ആണെന്ന്. 7:45 ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ടൈം നിന്ന് നമ്മൾ 1 മണിക്കൂറും കൂടി കഴിഞ്ഞു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8:45 ആവില്ലേ? 1 മണിക്കൂർ കൂടി കഴിഞ്ഞേ വീണ്ടും. അപ്പോൾ എത്ര? 9:45 ആയില്ലേ? വീണ്ടും 9:45 നിന്ന് ഒരു മണിക്കൂറും കൂടി, ഒരു 1 hours കൂടി കഴിഞ്ഞു അല്ലേ? അപ്പോൾ 10:45 ആയില്ലേ?
അതൊന്നല്ലല്ലോ നമ്മുടെ ആൻസർ. എവിടേക്ക് എത്തണം? 11:15 എത്തണം അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ശരിക്കും എത്രയാണ്? 11:45 ആണ് അല്ലേ? പക്ഷേ അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അത് നമ്മൾ 1 മണിക്കൂറൊന്നും എടുത്തിട്ടില്ല. എത്ര എടുത്തിട്ടുള്ളൂ? ഹാഫ് ഹവേഴ്സ് എടുത്തിട്ടുള്ളൂ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മിനിറ്റ്. അപ്പോൾ ടോട്ടൽ ടൈം അല്ലേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്? എത്ര ടൈം എടുത്തു എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് ടൈം ഡിഡ് രാധ ടേക്ക് ടു റീച്ച് കോട്ടയം ഫ്രം തിരുവനന്തപുരം എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ എടുത്തു? 1, 2, 3 അല്ലേ? 1, 2, 3 hours and 30 minutes. ശരിയാണല്ലോ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 മണിക്കൂറും അര മണിക്കൂറും എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ 30 മിനിറ്റ് ആണല്ലോ. കഴിഞ്ഞല്ലേ? ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ടൈം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എത്ര ടൈം എടുത്തു, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതും നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഹവേഴ്സ് ക്ലോക്കിലാണ് തന്നിട്ടുള്ളത്. 24 hours ക്ലോക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടിയിട്ട് സെയിം ഡേ ആണല്ലോ അവർ പറഞ്ഞിട്ടുണ്ട്, സെയിം ഡേ ആണെന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് മൈനസ് ചെയ്താൽ മതി. അങ്ങ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ മൈനസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇതിൽ 1855 മൈനസ് 1510 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 5 മൈനസ് 0 5 5 മൈനസ് 1 4. അതുപോലെ 8 മൈനസ് 5 3 1 മൈനസ് 1 0. അപ്പോൾ 3:45 hours ആണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക. ഇതും ഓക്കെ, ശരിയാണല്ലോ. ഇനി ഇതിൻ്റെ ടോട്ടൽ ടൈം നമുക്ക് കിട്ടണ്ടേ? ടോട്ടൽ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് രണ്ടും കൂടി കൂട്ടിയാൽ പോരെ. മൊത്തം ടൈം നമ്മൾ ഉദ്ദേശിച്ചത് ടോട്ടൽ, ഇപ്പോൾ കണ്ടതിൻ്റെ മൊത്തം ടോട്ടൽ അല്ലേ? ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ രാധ മൊത്തം ട്രാവൽ ചെയ്ത് തിരുവനന്തപുരം മുതൽ കോട്ടയം മുതൽ തിരുവനന്തപുരം തിരിച്ചു വന്നു അല്ലേ? അങ്ങോട്ട് പോയി, ഇതേപോലെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ രണ്ടിനും ടൈം എടുത്തിട്ടുണ്ട്. മൊത്തം ടൈം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടിയിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. ഇതിലും നമുക്ക് ചെയ്യാം. ഇത് കുറച്ചും കൂടി മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് എഴുതിയിട്ടുള്ളത് ഹവർ ആണ്. നമ്മൾ ഈ ഭാഗത്ത് എഴുതിയിട്ടുള്ളത് ഹവറും ഈ ഭാഗത്ത് എഴുതിയിട്ടുള്ളത് മിനിറ്റും ആണ്. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി കൂട്ടി നമുക്കറിയാലോ. ഇത് ഹവർ, ഇത് മിനിറ്റ്, ഹവർ മിനിറ്റ്, ഇതൊക്കെ എച്ചാണ്, ഇതൊക്കെ മിനിറ്റാണ്. ഇതൊക്കെ പോയി അല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. വെരി സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് ഹവർ, ഇത് മിനിറ്റ്, ശരിയാണല്ലോ. ഇതെല്ലാം കൂടി കൂട്ടി. ഓക്കെ, ആ കൂട്ടുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് 6:75 എന്നാ. ഇങ്ങനെ ഒരു ക്ലോക്കോ, ഇങ്ങനെ നമുക്കൊരു അവർ അറിയില്ല അല്ലേ? ഇങ്ങനെ കിട്ടില്ലല്ലോ. ഇല്ല, നമുക്ക് 55 അല്ലെങ്കിൽ 59 വരെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. കാരണം എന്തുവാ? 60 സെക്കൻഡ്, 60 മിനിറ്റ് അല്ലേ? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 60 മിനിറ്റ് എഴുതില്ല ഇല്ലല്ലോ. അതൊരു മണിക്കൂറല്ലേ? ശരിയാ. അപ്പോൾ 1 മണിക്കൂറാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 75. അപ്പോൾ ഒരു 60 കഴിഞ്ഞ് ഒരു 15 കൂടി കൂടുതലുണ്ട്, ശരിയല്ലേ? അപ്പോൾ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറല്ലേ? അതൊന്ന് ബാലൻസ് ചെയ്ത് എഴുതി നോക്കാടാ. അപ്പോൾ ഈ ഇതിലത്തെ ഒരു 60 എടുക്കുകയാണ്. അപ്പോൾ എന്തോന്ന് എഴുതാം? 6ലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 7 hours ആയി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 75 നിന്ന് 60 മൈനസ് ചെയ്യുന്ന സമയത്ത് 15 ആണ്. അപ്പോൾ 15 എഴുതി കൂടെ 750 കിട്ടിയോ? 750 hours ആണ് ആ കുട്ടി ട്രാവൽ ചെയ്യാൻ എടുത്ത ടോട്ടൽ ടൈം. മൊത്തം ടൈമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിക്ക് പോവാം. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദി സെക്കൻഡ് ഹാൻഡ്? നമ്മൾ ശ്രദ്ധിക്കണം, സെക്കൻഡ് ഹാൻഡിന്റെ കേസാണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓഫ് എ ക്ലോക്ക് റൊട്ടേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 1-ൽ നിന്നാണ്. റീച്ച് അഗെയിൻ, വീണ്ടും എവിടേക്കാണ് എത്തും? 1. അപ്പോൾ ഒരു റൊട്ടേഷൻ നടന്നിട്ടുണ്ട് അവിടെ, അപ്പോൾ ഒരു റൊട്ടേഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ സെക്കൻഡ് ഹാൻഡ് ഒരു റൊട്ടേഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും? യെസ്, എത്ര മിനിറ്റാ? 1 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 സെക്കൻഡ് ആണ് എടുക്കുക. ശരിയാണല്ലോ, 60 സെക്കൻഡ് ആണ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ്. ഇത് രണ്ട് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ ആൻസർ കിട്ടുമായിരുന്നു, ആൻസർ കറക്റ്റ് ആണെന്ന് പറയാമായിരുന്നു കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഏത് ഹവർ ആണ്? 12 hour ആണോ? ഒന്നുകൂടി നോക്കി നോക്കിയേ. 12 hour ആണോ? അല്ല അല്ലേ? എത്ര അവർ ആണത്?
യെസ് 24 hour ആണ്. അപ്പോൾ 24 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മീൻസ് ഹവേഴ്സ്, 12 ഹവേഴ്സിന്റെ ക്ലോക്കിൽ നിന്ന് ഒരു 12 കൂടി ആഡ് ചെയ്ത് വരുന്നതാണ് അല്ലേ. അപ്പോൾ ആ 12 എന്ത് ചെയ്താൽ മതി, നമുക്കിതിൽ 24 ഹവറും അതുപോലെ 12 ഹവറും തന്നിട്ടുണ്ട്. ഓപ്ഷനായിട്ട് 12 ഹവർ ആണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് 12 ഹവർ ഒന്ന് ആഡ് ചെയ്ത് വന്നതാണ് ഇത്. നിങ്ങൾ തന്നെ പറഞ്ഞു എന്തായാലും എം ആവില്ല. എം അല്ലല്ലോ, അല്ല. ഈ 6 അതും ആവില്ല. ഈ ബിയോ ഡിയോ ആണ് ആൻസർ. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? 12 ആഡ് ചെയ്തു എന്നല്ലേ നമ്മൾ പറഞ്ഞേ. ആ 12നെ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ പോരെ. 5 - 0 5, 5 - 0 5. ഇനി വീണ്ടും ഇതേപോലെ 8 - 2 6, 655. എം ആവില്ല എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? യെസ്, എം കളുടെ സമയത്ത് AM എന്ന് പറയുമ്പോൾ 12 AM 00:00:00 എന്നുള്ള രീതിയിലാണ് അവിടെ നമുക്ക് ഹവേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ. അവിടെ ഹവർ ആയിട്ടില്ല. അങ്ങനെ ഒരു 12 ഹവർ ആയി അല്ലേ. 12 ഹവർ ആവണമെന്നുണ്ടെങ്കിൽ 12 PM എത്തണം. അവിടെ നിന്ന് 1 2 3 അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് പോണേ. അപ്പോൾ 12 ഹവർ ആയ 12 തന്നെ, പിന്നെ 13, പിന്നെ 14, 1 PM എന്ന് പറഞ്ഞാൽ 13, പിന്നെ 2 PM 14, അങ്ങനെയല്ലേ നമ്മൾ പോവുക. അപ്പൊ PM ആവുമ്പോഴാണ് 12 ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നേ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പറൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സ്പീഡ് കൂട്ടേ. ഇഫ് 3 kg 3 kilogram of sugar is filled equally 4 packets, how many kilogram will 1 packet contain? Okay, 3 kilogram ആണ് ഷുഗർ, ഫില്ലഡ് ഈക്വലി 4 പാക്കറ്റ്സ്. നമ്മുടെ കയ്യിൽ 3 kilogram ആണുള്ളത്. ഇത് 4 പാക്കറ്റിൽ ഈക്വലി എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം എന്നാ പറഞ്ഞത്. 4 പാക്കറ്റ്സിൽ ഈക്വലി ഫിൽ ചെയ്യണം. അപ്പൊ 3 kilogram 1 വെച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ, പറ്റില്ല. ഹാഫ് ഒക്കെ കൊടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ നമുക്കത് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. 3/4 അല്ലേ, 3/4 കിലോഗ്രാം എന്നാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. 17 കോഫി ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി എമോങ് 3 പേഴ്സൺ. എത്ര പേഴ്സൺസിനാണ്? 3 പേഴ്സൺസിന് ഈക്വലി എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടും ഇതേപോലെ തന്നെ 17 കോഫി നമുക്ക് എന്ത് ചെയ്യണം, ഈക്വലി ഡിവൈഡ് ചെയ്യണം. എത്ര പേർക്ക്? 3. അപ്പൊ 17/3. ഇവരെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് എത്ര how many will each one get? എത്ര വെച്ചിട്ട് കിട്ടും? യെസ്, അതിന്റെ കോഷ്യന്റ് നോക്കിയാൽ മതി. കോഷ്യന്റ് അറിയണമെന്നുണ്ടെങ്കിൽ 17/3 കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പൊ 17/3 ചെയ്യുന്ന സമയത്ത് 3ന്റെ മൾട്ടിപ്പിൾസ് നമുക്കറിയാം. 3 × 5 ആണ് 15 വരുള്ളൂ അല്ലെ. 3 × 5 15 ആണ് വരുന്നത്. അപ്പൊ കോഷ്യന്റ് ആയിട്ട് 5 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ 15 തന്നെ എഴുതും. കണ്ടോ, 15 എഴുതി. കണ്ടുവോ, കിട്ടിയോ? എന്നിട്ട് 17 - 15 ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എന്താ വരിക? 2. അപ്പോൾ കോഷ്യന്റ് എന്താ കിട്ടിയത്? 5. അപ്പൊ ആ 5 വെച്ചിട്ട് നമുക്ക് ഈക്വലി എത്ര പേർക്ക് എത്ര വെച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ? 5 വെച്ചിട്ടാണ് കൊടുക്കാൻ പറ്റുള്ളൂ. 3 മെമ്പേഴ്സിനെ 5 വെച്ചിട്ടാണ് കൊടുക്കാൻ പറ്റുള്ളൂ. നോക്കി നോക്കാം. 5 + 5 + 5 15 പ്ലസ് എത്രയും കൂടി ബാക്കി ഉണ്ടാവും? ഒരു 2 റിമൈൻഡർ ആയിട്ട് വരും. അത്രേ ഉള്ളൂ. ഞാൻ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് തന്നെ ഇതിൽ നിന്ന് ആൻസർ ചെയ്യാം. ഈ ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ കിട്ടും കേട്ടോ. അത്രയും ചെറിയൊരു നമ്പർ അല്ലേ. അടുത്തത് നോക്കാം. 7 kilogram ഷുഗർ ഇസ് ഫിൽഡ് ഫോർ ഐഡന്റിക്കൽ പാക്കറ്റ്സ്. നേരത്തെ അതേപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റ് ആണ്. ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് കിട്ടും. 7/4 ചെയ്താൽ മതി. 7/4നെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. 7/4 ചെയ്യാൻ അറിയാം. 7 നമുക്ക് എന്തായാലും ടേബിളിലില്ല. അപ്പം അതിനടുത്ത് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 എപ്പോഴും കിട്ടിയത് 1 × 4 ചെയ്യുമ്പോഴാണ്. ഇനി ഇത് 7 - 4 ചെയ്യുമ്പോൾ ആൻസർ 3. അപ്പോൾ റിമൈൻഡർ 3 ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ആൻസർ എന്താ കിട്ടിയത്? 1 അല്ലേ. 1 റിമൈൻഡർ 3 ഇനി ഇതിൽ ഡിവൈസർ 4. അപ്പോൾ 1 3/4 എന്ന് എഴുതിയാലോ, അല്ലാന്നുണ്ടെങ്കിൽ 7/4 കിലോഗ്രാം എന്ന് എഴുതിയാലോ ആൻസർ ശരിയാണ്. പക്ഷെ ഇത് രണ്ടും എഴുതുന്നതാണ് കറക്റ്റായിട്ട് ശരി കേട്ടോ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഡി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ അതിൽ ഡി വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ പലപ്പോഴും പലർക്കും തെറ്റിപ്പോയി. എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോൾ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഈക്വൽ ടു 1/4 ഈക്വൽ ആയിട്ടുള്ളത്? നമുക്കറിയാലോ 1/4 എന്ന് പറഞ്ഞാൽ എന്താ. 1/4 എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 ആണല്ലോ. പ്ലസ് ഒരു 1/4 കൂടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 1/4 1/4 ആണ് എന്നുള്ളത് മനസ്സിലായി അല്ലേ. 1/4 അല്ലേ, അങ്ങനെയാണ്. നോക്കൂ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്ക് കേട്ടാ, ഒരു സർക്കിൾ. ആ സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്തു, 4 ഈക്വൽ പാർട്സ് ആക്കി. ഇനി അതിന്റെ ഫ്രാക്ഷൻ നോക്കുന്ന സമയത്ത് ഇതൊന്ന് ഷെയ്ഡ് ചെയ്യാൻ കേട്ടോ. ഈ ഷെയ്ഡ് ചെയ്ത് അതിന്റെ ഫ്രാക്ഷൻ നോക്കുന്ന സമയത്ത് 1/4 അല്ലേ. അങ്ങനെ ഓരോന്നും ഞാൻ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ എന്തായാലും ഇരിക്കും 1/4 അല്ലേ. ഓക്കെ, 1/4 ആണ്. അപ്പൊ ഇത് എന്തായി, ഒരു സർക്കിളായി 1 ആയി അല്ലേ. 1 ആയത് എപ്പോഴാ, 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 4 ടൈംസ് 1/4 ശരിയാണല്ലോ. 1/4 ഓക്കെ എസ്. ഓക്കെ ശരി, നമുക്ക് അതല്ല വേണ്ടേ, ഒരു 1/4 കൂടി ഉണ്ട്. അപ്പൊ ഒരു 1/4 കൂടി ആഡ് ചെയ്താൽ 1/4 is equal to 5 1/4 s. അപ്പൊ അത് ഓപ്ഷനിൽ ഉണ്ടോ? ഉണ്ട്, കണ്ടോ. ഇതാണ് ഇതിന്റെ ആൻസർ, 5 1/4. അപ്പൊ അതും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ പോവാം. What would be the reminders when a number is divided by 4? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 ആണല്ലോ അല്ലെ. ഒരു ഓൾ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0ൽ നിന്നാണ്. അപ്പൊ 0 എന്ന് തന്നെ തുടങ്ങാം. 0 ഡിവൈഡഡ് ബൈ 4 എന്തുവാ? 4ന്റെ ടേബിളിൽ 0 ഇല്ല. അപ്പോ നമുക്ക് ആൻസർ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരിക, കോഷ്യന്റ് എന്താ വരിക എന്നുള്ളതാണ്. അപ്പൊ 0 തന്നെയാണ് കേട്ടോ. കാരണം എന്താ, 0 × 4 ആണ്. 1 × 4 4 ആണ്. നമുക്ക് ആ ടേബിളിൽ നമുക്ക് തന്നിട്ടുള്ളത് 0 ആയതുകൊണ്ട് തന്നെ ആൻസർ 0 ആണ് വരിക. ഇതിൽ റിമൈൻഡർ ഉണ്ടാവില്ലല്ലോ, 0 അല്ലേ. അപ്പൊ അത് കഴിഞ്ഞു. 1/4 എന്താ, 1/4 അതും 1 എന്ന് പറയുന്നത് 4ന്റെ ടേബിളിൽ ഇല്ല. അപ്പോഴും എന്തെന്നെ വരുള്ളൂ, 0 × 4 പ്ലസ് ഒരു 1, അങ്ങനെയല്ലേ എഴുതാൻ പറ്റുക. അതിൽ റിമൈൻഡർ 1 ആണ്. ഇതേപോലെ 0 × 4 പ്ലസ് 2 അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. എന്താണ് ഇങ്ങനെ റിപ്രസെന്റ് ചെയ്യുന്നത്, പലർക്കും മനസ്സിലായില്ല അല്ലെ. QD+R. ആഹാ, ഇത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പഠിച്ചിട്ടില്ലേ? ഇതാണ് ഉദ്ദേശിച്ചത്, സാർ ഉദ്ദേശിച്ചത് ഏതാണ്, ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോ Q എന്ന് പറയുന്നത് ഇതിൽ 0 ആണ്, ഡിവൈസർ 4 ആണ്, പ്ലസ് R എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 2 ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ഇനിയും എഴുതാം. എങ്ങനെ എഴുതാം? യെസ്, അടുത്തതിൽ ക്വോഷ്യന്റ് 0 തന്നെയാണ്, ഇൻറ്റു ഡിവൈസർ 4 ആണ്, പ്ലസ് എന്താണ്, ഞാൻ 3 എഴുതിയോ? ഇല്ല, 3. അപ്പോൾ ആൻസർ 3. 0 + 3 3. ഓക്കെ, ഇനി ഇതേപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ റിമൈൻഡർ 0 ആയി, 1 ആയി, 2 ആയി, 3 ആയി. ഇനി 4/4 ചെയ്യുന്ന സമയത്ത് 1 × 4 ആണ് 4 അല്ലെ. 4/4 ചെയ്യുന്ന സമയത്ത് 1 × 4 ആണ് 4. അപ്പൊ റിമൈൻഡർ 0, വീണ്ടും സെയിം. ഇനി 5/4 ചെയ്യുന്ന സമയത്ത് 1 × 4 ആണ് 4. അപ്പൊ ഇവിടെ റിമൈൻഡർ 1 അല്ലെ, 1 ആയി, വീണ്ടും 2 ആ കിട്ടുക, 3 ആ കിട്ടുക, അങ്ങനെ പോവും. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 4 ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കേണ്ടത്, റിമൈൻഡേഴ്സ്. 4ന്റെ റിമൈൻഡേഴ്സ്, ഒരു നമ്പർ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏത് നമ്പർ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ റിമൈൻഡേഴ്സ് വരും എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും കിട്ടില്ല, ഈ 0 കിട്ടില്ല എന്ന് പറയരുതേ, കിട്ടണം. നമുക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടി, 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി. ഇനിയും നമ്മൾ 8 ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്തും വീണ്ടും എന്തെന്നെ 0 1 2 ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തേ കിട്ടുള്ളൂ, 0 1 2 3. അങ്ങനെയാണെങ്കിൽ സാർ ഒരു ചോദ്യം ചോദിക്കട്ടെ, വാട്ട് വുഡ് ബി ദി റിമൈൻഡർ വെൻ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 5?
ആഹാ, അപ്പൊ എന്താ വരുള്ളൂ, ഒരു 4 കൂടെ എഴുതാ പോരെ. 1 2 3 4 5 റിമൈൻഡേഴ്സ് വരും. ഓക്കെ, നമ്മൾ നേരത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 2 3 4 റിമൈൻഡേഴ്സ് വന്നു. അതേപോലെ തന്നെ കേട്ടാ. ഇനി വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദ നമ്പർ ഓഫ് ദി സീക്വൻസ് 5 10 15 20 എക്സെട്ര ആർ ഡിവൈഡഡ് ബൈ 5. അതൊന്നും നോക്കാനില്ല, 5ന്റെ ഡിവൈസറാണ് 5ഉം 10ഉം 15ഉം 20ഉം ഒക്കെ. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് റിമൈൻഡർ ആയിട്ട് എന്ത് തന്നെ വരുള്ളൂ, നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും 0 ആണ് എന്നുള്ളത് ഉറപ്പിക്കാം. അതിനിപ്പോൾ അറിയുന്നില്ല, അത് കിട്ടിയില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 5 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 into 5 ചെയ്യണം. ആൻസർ റിമൈൻഡർ 0. ഇതൊക്കെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. കിട്ടിയല്ലോ. ഇതേപോലെ എല്ലാ നമ്പേഴ്സും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റിമൈൻഡർ 0 ആണ് കിട്ടുക. അടുത്ത ചോദ്യം ഇതേപോലെ തന്നെയാണ്, വളരെ സിമ്പിൾ ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി നമ്പർ സീക്വൻസ് ദാറ്റ് ഹാവ് എ റിമൈൻഡർ 1 ദെൻ ഡിവൈഡഡ് ബൈ ഡിവിഡൻഡ് ബൈ 5. ഓക്കെ, ഡിവൈഡഡ് ബൈ 5 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു സീക്വൻസ് എഴുതണം, റിമൈൻഡർ 1 വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 അല്ലാതെ സീക്വൻസ് നമ്മൾ നേരത്തെ എഴുതി. എന്തായിരുന്നു, 1 into 5 അല്ലേ? നോക്കുക, ഞാൻ എഴുതിയിട്ടുണ്ട്, എന്തിനാ എഴുതാൻ പോണേ അല്ലേ. 1 into 5 plus 0 എന്തായിരുന്നു ഇക്വേഷൻ? ഇക്വേഷൻ ഇതാ സൈഡിലുണ്ട് കേട്ടോ. ഇക്വേഷൻ ഇതാ സൈഡിലുണ്ട്. ഡി ഈക്വൽ ടു ക്യു ഡി പ്ലസ് ആർ. ഡി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ്, ഡി എന്ന് പറഞ്ഞാൽ ഡിവൈസർ, ആർ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ. സ്മോൾ ലെറ്റർ ഡി ആണ് ഡിവൈസർ കേട്ടോ. ക്യൂ എന്ന് പറഞ്ഞാൽ കോഷ്യന്റ് ആണ്. അപ്പോൾ 1 into 5 plus 0, അതുപോലെ 2 into 5 plus 0, 3 into 5 plus 0 എക്സെട്ര. അത്രയേ ഉള്ളൂ. യെസ്, അടുത്തേക്ക് പോവാം. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, പക്ഷേ നമ്മൾ ചെയ്തത് 0 റിമൈൻഡർ വരുന്നതല്ലേ. അപ്പോൾ കറക്റ്റ് ക്വസ്റ്റ്യനിക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ 0 എന്നുള്ളടത്ത് എന്തിട്ട് കൊടുത്താൽ മതിയായിരുന്നു, റിമൈൻഡർ 0 എന്നുള്ളത് മാറ്റുക. അവിടെ എന്തെന്ന് കൊടുക്കുക, 1 എന്ന് കൊടുക്കുക. അപ്പോൾ 1 into 5 plus 1, 2 into 5 plus 1, 3 into 5 plus 1. അപ്പോൾ അടുത്തത് എന്ത് വരും, 4 into 5 plus 1. ആഹാ, ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. പല സ്റ്റുഡൻസും പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, അടുത്തേക്ക് പോകാം. ഇനി റൈറ്റ് ദി നമ്പർ സീക്വൻസ് ദാറ്റ് ഹാസ് എ റിമൈൻഡർ 2 വെൻ ദ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. ഒരു നമ്പർ സീക്വൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഏതൊന്നും പറഞ്ഞിട്ടില്ല, സീക്വൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ആലോചിച്ചാൽ മതി, 3ന്റെ മൾട്ടിപ്പിൾ അങ്ങോട്ട് എഴുതുക. 3 6 9 12 അങ്ങനെ എങ്ങനെ എഴുതുക. ഇപ്പോൾ ഞാൻ ഒന്ന് ബാക്കിലേക്ക് പോകുന്നുണ്ട്, ഇതിലൊന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു അല്ലേ. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 5 ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിനാണ് പറഞ്ഞത്. 5 10 15 അങ്ങനെ പോകും. എന്നിട്ട് റിമൈൻഡർ 1 ആണ് തന്നതെന്നുണ്ടെങ്കിൽ ഈ 5ന്റെ ഇപ്പോൾ ഒരു 1 കൂട്ടിയാൽ മതി. 6 11 16 അങ്ങനെ പോകുന്നതാണ് അതിൻ്റെ ആൻസർ. ഇതേപോലെ നമുക്ക് ഇതും കൂടി ചെയ്യാലോ. ഏത് ചെയ്യാൻ പറ്റും, 3ന്റെ ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ 3 6 9 12 എക്സെട്ര. അപ്പോൾ ഇതിന് റിമൈൻഡർ 2 വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യണ്ട, ഈ 2 ആഡ് ചെയ്താൽ മതി. 3 plus 2 5, 6 plus ഇത് 5 ആണ്. 6 plus 2 8, 9 plus 2 11, 12 plus 2 14 അങ്ങനെ പോകുന്നതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് സ്റ്റെപ്പ് എന്നുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. പറഞ്ഞാൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിലുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ആണ് വെൻ എ നമ്പർ ഡിവൈഡഡ് ബൈ 9. 9 കൊണ്ട് ഡിവൈഡ്. അപ്പോൾ ഡിവൈസർ എന്ന് പറയുന്നത് ഇതിൽ എത്രയാണ്, എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഡിവൈസർ തന്നിട്ടുണ്ട് അവർ 9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്രയാണ്, 9. ഇനി കോഷ്യന്റ് Q ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. റിമൈൻഡർ എത്രയാ, 8 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് QD പ്ലസ് R. ഇത് തന്നെയല്ലേ. അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോൾ ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള ഏതാ, Q എന്ന് പറയുന്നത് ഇതിൽ 0 അല്ലേ. അപ്പൊ 0 ഇൻറ്റു ഡി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞാൽ ഡിവൈസർ, ഇത് 9 അല്ലേ. 9 പ്ലസ് ഇനി റിമൈൻഡർ ഇതിൽ 8 അല്ലേ. 8 കിട്ടി. എന്താ 0 ഇൻറ്റു 9 പ്ലസ് 8 ഓക്കെ ആണല്ലോ.
അതും കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അവർ അതിൽ തന്നെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6 തന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി. റൈറ്റ് ദി ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെന്റ് ദി ഷെയ്ഡഡ് പാർട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഷെയ്ഡ് ചെയ്തത് മൊത്തം കാണുമ്പോൾ മനസ്സിലാവില്ലേ 1 ആണ്. ഇനി ഇതേപോലെ ഇത് മൊത്തം ഒരു സർക്കിളാണ്. ആ സർക്കിളിന്റെ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? മൊത്തം എത്ര ഈക്വൽ പാർട്സ് ഉണ്ട്? 4. അപ്പോൾ ഷെയ്ഡ് ചെയ്തത് 1. അപ്പോൾ 1/4 1/4 കിട്ടിയല്ലോ. ഇനി നമ്മളോട് ചോദിച്ചേക്കാണ് എന്ത് ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് എന്ന് ചോദിക്കാം നമുക്ക്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഇത് 1 ആണല്ലോ. അവർ ചോദിച്ചിട്ടുള്ളത് 1/4 8 ചെയ്യാനാണ്. ഇത് 1 ആണല്ലോ 1. ഇനി ഇത് ഈക്വൽ പാർട്സ് ആക്കാൻ സാറിന് പറ്റില്ലേ? പക്ഷെ ഏകദേശം ഒന്ന് കാണിച്ചു തരാനാണ്. ഇതിങ്ങനെ ഇപ്പോൾ എത്ര പാർട്സ് സാറിന് ഉണ്ടാക്കാൻ പറ്റി? 4 1 2 3 4 ആണല്ലോ. ഇനി ഇതിനെ വീണ്ടും പകുതിയാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ മിഡ് എടുത്തിട്ട് വീണ്ടും ചെയ്താൽ മതി. നമുക്ക് വേണ്ടത് 1/8 ആണ്. അപ്പോൾ മൊത്തം ഒന്ന് കൗണ്ട് ചെയ്യണോ? വേണ്ടല്ലോ. 1 2 3 4 5 6 7 8 ആണ് നമുക്ക് കിട്ടി. അതിൽ ഒരു ഭാഗം എന്ത് ചെയ്താൽ മതി? കളർ ചെയ്താൽ മതി. കാരണം ഫ്രാക്ഷൻ ഇക്വേഷൻ ഞാൻ സാർ ഒന്നുകൂടി പറയുകയാണ്. ദ നമ്പർ ഓഫ് പാർട്സ് കളേർഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ്. അപ്പോൾ കളർ ചെയ്ത ഭാഗം 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് 8 ആണ്. 1/8 1/8. ഇത് 1ഉം ഇത് 1/8. കിട്ടിയല്ലോ. കിട്ടിയോ ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ. കിട്ടിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. എൻ്റെ കുട്ടികൾ സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ കാര്യത്തേക്ക് വീണ്ടും വേണ്ടേ വിഷമായ യെസ്. അപ്പോൾ ഇതിലേക്ക് തന്നെ വീണ്ടും സാറ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് സാറിങ്ങനെ കോമഡി പറയുന്നതാണ് കേട്ടോ. യെസ്, കോമഡി അല്ല, സീരിയസ് ആണ്. ഓക്കെ, നമ്മളിതിൽ കുറച്ച് സീരിയസ് ആവണം, എന്നാലാണ് നമുക്ക് കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെ വരികയാണ്. അടുത്ത ചോദ്യം കുറച്ചും കൂടി ഒന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്ന സമയത്ത് സാറിന് എന്താ കിട്ടുക അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. എങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയ സാർ എന്തെങ്ങനെ എഴുതി എന്നൊക്കെ ചോദിക്കുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് ആലോചിക്കുക. നമ്മൾ സാധാരണ രീതിയിൽ ഒരു മിനിറ്റ് സാധാരണ രീതിയിൽ നമ്മൾ അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ സാധാരണ നമ്മൾ എങ്ങനെ എഴുതുക? 3 4 അല്ലേ. ഞാൻ ഉദ്ദേശിച്ചതേ 4ഉം 8ഉം 3 ഒക്കെ തന്നിട്ട് വിചാരിക്കാം. സാധാരണ നമ്മൾ എങ്ങനെ അസെൻഡിങ് ഓർഡർ ചെയ്താൽ 3 4 8 അങ്ങനെയല്ലേ. പക്ഷേ ഇത് ഡിനോമിനേറ്ററിലല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ തരുന്ന സമയത്ത് അസെൻഡിങ് ഓർഡറിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? ഡിനോമിനേറ്ററിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ നമ്പർ ഏതാ? 8. അപ്പോൾ അതാണ് ആദ്യം വരിക കേട്ടോ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്ന സമയത്ത്. എന്തുകൊണ്ടാണ്? ഡിനോമിനേറ്ററിൽ ആ 8 വന്നതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, സംഭവം മനസ്സിലായോ? നമ്മൾ സാധാരണ രീതിയിൽ എഴുതുന്ന പോലെയല്ല. ഡിനോമിനേറ്ററിലാണ് വലിയ നമ്പർ വരുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ചെറിയ നമ്പറായിട്ട് വരിക. ഓക്കെ, ഫ്രാക്ഷൻ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ നമ്പറായിട്ട് വരിക. ഇതിപ്പോൾ 1/8 അങ്ങനെ വരുമ്പോഴാണ് നടക്കുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരേപോലെ തന്നെ അല്ലേ. 1/4 അങ്ങനെയൊക്കെ ആ രീതിയിൽ വരുമ്പോഴാണ് നടക്കൂ. 1/4 ആണ് ഇതിലെ ഒരു വെച്ചിട്ട് നോക്കുമ്പോൾ മിഡിലായിട്ട് വരുന്നത് കേട്ടോ. 4 ആണ് അതിൻ്റെ ആൻസർ. സാറിന് പറഞ്ഞു കേട്ടോ. കിട്ടി അല്ലേ. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാലാണ് ആൻസർ കിട്ടുള്ളൂ കേട്ടോ. തീർത്തി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസർ 1/4. രണ്ടാമത്തെ ആൻസർ അത് വരച്ച് കാണിച്ച് തന്നിരുന്നു സാറ്. മൂന്നാമത്തെ ആൻസർ 1/4 ആണ് കേട്ടോ. ഇനി ഇൻ വിച്ച് ദ റെക്ടാങ്കിൾ ബിലോ ഈസ് 1/3. പല കുട്ടികളും എന്തെഴുതി വെച്ചു, പക്ഷേ ആൻസർ തെറ്റി. നോക്കുമ്പോൾ മനസ്സിലാവില്ലേ? ഈക്വൽ ആയിട്ട് കാണണം. പക്ഷെ ഇത് ഈക്വൽ ആണോ? ഇതും ഒക്കെ ഈക്വൽ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതൊന്നും വലുതല്ലേ അല്ലേ. അപ്പൊ ഇതല്ല ആൻസർ. ഇതല്ല. ഇത് നോക്കിയേ 1 2 3 4 5 6 7 8 9. ആകെ മൊത്തം 9. അതിലെത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട്? 4/9. അതാണോ ആൻസർ? അല്ല. 4/9 എന്ന് പറയുന്നതിൽ നോക്കുമ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ, സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതല്ല. 3ന്റെ മൾട്ടിപ്പിൾ ആണ് 9, പക്ഷെ 4 3ന്റെ മൾട്ടിപ്പിൾ അല്ല. നെക്സ്റ്റ് അടുത്ത ആളെ നോക്കുമ്പോൾ മൊത്തം 1 2 3 4 5 6 7 8. 8 എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. സാർ പറഞ്ഞു തന്നിട്ടില്ലേ 8 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ ആരാ 3 ആണെങ്കിൽ ആ 3ന്റെ ടേബിളിലുള്ള ആൾ തന്നെ ഇവിടെ വരണം. അവിടെ ആ
അതിന് സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 ആണെങ്കിൽ 3ന്റെ ടേബിളിലുള്ള ഒരാൾ തന്നെ ആ ഡിനോമിനേറ്ററിൽ, ഇപ്പോൾ ഡിനോമിനേറ്ററിലാണ് 3 എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ വരണം. മനസ്സിലായോ? ഇനി അടുത്ത ആളെ നോക്കണം. അടുത്ത ആളെയാ? യെസ്, ഈ ഒരെണ്ണം കൂടെ നോക്കുള്ളൂ. 1 2 3 4 5 6 ബൈ ഷെയ്ഡ് ചെയ്ത ഭാഗം 2. യെസ്, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 3 ആണ് അതേ ഫ്രാക്ഷൻ വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ 3ന്റെ മൾട്ടിപ്പിൾ ആണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് നോക്കുമ്പോൾ 6 അതൊക്കെ. ഈ 6ന് 3ന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? 3ന്റെ മാത്രമാണോ? അല്ല, 2ന്റെ കൂടിയാണ് അല്ലേ? ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? 3ന്റെ മൾട്ടിപ്പിൾ ആക്കി ഇടാം. 3 × 2 അല്ലെങ്കിൽ 2 × 3 എഴുതിയാലും കുഴപ്പമില്ല. 2നെ എങ്ങനെ തന്നെ എഴുതി? 2 തന്നെ എഴുതി. ക്യാൻസൽ ചെയ്തു, ഇവിടെ 1. അപ്പോൾ 1/3. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യനിക്ക് സാറ് പോവുകയാണ്. കാരണം ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന ഒറ്റ ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പല സ്റ്റുഡൻസിന് ഡൗട്ടാണ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വർഷത്തെ കലണ്ടർ എന്നൊന്നും സാർ ഉദ്ദേശിച്ചിട്ടില്ല, ആരും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 4 സൺഡേ വരണം, 5 സാറ്റർഡേ വരണം. 4 സൺഡേ വരണം, 5 സാറ്റർഡേ വരണം. അങ്ങനെ വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു കലണ്ടറാണ് സാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സാർ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. എന്നിട്ട് അവർ ചോദിച്ചു 31. ഇതിൽ നോക്കി സാർ എങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തേഴ്സ്ഡേ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 2 3 അങ്ങനെ എഴുതി. ഇനി 4 5 6 7 എത്ര വരെ എഴുതി? ഡിസംബറിൽ 31 ഡേയ്സ് ഉണ്ടായിരുന്നു. 31 ഡേയ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തേ. അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോക്കുമ്പോൾ 31st ഓഫ് ഡിസംബർ എന്ന് പറയുന്നത് ഏത് ഡേ ആണ്, വിച്ച് ഡേ ആണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഏത് ഡേ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നോക്കുമ്പോൾ തന്നെ 31 എന്ന് പറയുന്നത് ഏതിലാണ് കിടക്കുന്നത്? സാറ്റർഡേ. അയ്യേ, ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കരുത്. ഈ ക്വസ്റ്റ്യൻ പലരും തെറ്റിച്ചിട്ടുണ്ട്. ഇതിൽ കാണുന്നവർ തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല, ജസ്റ്റ് നോക്കുക, പേപ്പർ കിട്ടും. ഓക്കെ, ഇനി 1 ഡിസംബർ 1 എത്രയാ? ഏത് ദിവസാ? യെസ്, കാണുമ്പോൾ മനസ്സിലുണ്ട്, തേഴ്സ്ഡേ ആണ് അല്ലേ? തേഴ്സ്ഡേ ആണ്. ആണല്ലോ അല്ലേ? അപ്പോൾ അതും കിട്ടി. ഇനി ഇതേപോലെ അടുത്തൊരു ചോദ്യത്തിലുള്ള ആൻസർ, ഞാൻ ആൻസർ എഴുതിയിട്ടില്ല കേട്ടോ. ഇതിൽ തേഴ്സ്ഡേ ആണ് ആൻസർ, തേഴ്സ്ഡേ ആണ്, ഫുൾ എഴുതുന്നില്ല കേട്ടോ. ഓക്കെ, ശരി. ഇപ്പോൾ അടുത്തതിൻ്റെ ക്വസ്റ്റ്യൻ, അടുത്ത ആൻസർ എന്താ വരിക? അടുത്ത ആൻസർ നമ്മൾ 5 ടൈംസ് വരുന്നത് ഏതൊക്കെയാണ്? തേഴ്സ്ഡേ വരുന്നുണ്ട് നോക്കി, ഫ്രൈഡേ വരുന്നുണ്ട് നോക്കി, സാറ്റർഡേ വരുന്നുണ്ട്. 1 2 3 4 5 ടൈംസ് വരുന്നത് ഈ 3 ദിവസങ്ങളേ ഉള്ളൂ. ഇനി അവർ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലീപ്പ് ഇയർ അല്ലാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലീപ്പ് ഇയർ ആയിട്ടുള്ളത് ഏതാണ്? ഇത് ലീപ്പ് ഇയർ ആണേ. കാരണം എന്തുവാ? കാരണം എന്താ? നമുക്ക് 2000 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, റീസൺ അത്രയേ ഉള്ളൂ. ഈ എൻഡിലുള്ള 2 നമ്പേഴ്സ് 00 ആണെങ്കിൽ 4ന്റെ ഡിവൈസർ ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇനി നെക്സ്റ്റ്, ഈ എൻഡിലുള്ള 2 നമ്പേഴ്സ് 4ന്റെ ഡിവൈസർ ആണ്, ഡിവിസിബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട്, ഡിവൈസർ ആണോ, 4 ഡിവൈസർ ആയിട്ട് വരുന്ന സമയത്ത് അത് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സ് മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. ജസ്റ്റ് നോക്കാം. 20 ഡിവൈഡഡ് ബൈ 4 ചെയ്യാൻ പറ്റില്ലേ? 4 × 5 20 ആണല്ലോ. അപ്പോൾ ഇത് ലീപ്പ് ഇയർ ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 24 ലീപ്പ് ഇയർ ആണ്, കാരണം 24 ആണ് എൻഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 24 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 18 പക്ഷേ 4ന്റെ മൾട്ടിപ്പിൾ അല്ല. നമ്മളോട് ചോദിച്ച ചോദ്യം ലീപ്പ് ഇയർ അല്ലാത്തതെന്നാ. അപ്പോൾ ലീപ്പ് ഇയർ അല്ലാത്തത് ഏതാ? 2018 ആണ് ആൻസർ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേണം, എൻ്റെ കുട്ടികൾക്ക് വേണം. ഇനി 5th ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് ചെയ്യാനായിട്ട് സാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് സാറ് ഇനിയും കാണും. അപ്പോൾ സാറിൻ്റെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ സാറിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നോക്കാം, സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോയും അതുപോലെ സ്റ്റഡി വ്ലോഗും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നല്ല കമൻസും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നല്ലതും ചീത്തയും ഒക്കെ പറയണം. ഓക്കെ, നമ്മൾ ഇതേ
റെക്കോർഡ് ചെയ്ത് അതേപോലെ എന്ത് ചെയ്യാണ്, അപ്ലോഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കുട്ടികൾ കാണുകയാണെങ്കിൽ, പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരും കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഉദ്ദേശം എന്തായിരുന്നു, എൻ്റെ മക്കൾക്ക് ആൻസേഴ്സ് കിട്ടണം എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്നും വിചാരിക്കുന്നു. ഈ കലണ്ടറിൻ്റെ പ്രോബ്ലംസ് നന്നായി ചെയ്ത് പഠിച്ചോളൂ. അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഇത് ലോജിക്ക് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആയിരുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും